ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണ്. ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണ് നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പോകും. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഇറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഒരു മെത്തേഡാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇംപ്ലിമെൻറ്റ് ബാക്ക് പ്രൊപ്പഗേഷൻ ആൻഡ് അപ്ഡേറ്റ് ദ വെയ്റ്റ്സ് ഫോർ ഗീവൺ നെറ്റ്വർക്ക് യൂസ് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഓരോരോ ടേം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. ടാർഗറ്റ് ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ലേണിംഗ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിയർ x1 ആൻഡ് x2 ആർ ഇൻപുട്ട്. x1 ആൻഡ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അകത്തോട്ട് കൊടുക്കുന്ന ഇൻപുട്ടാണ് x1ഉം x2ഉം. അതുപോലെ w1 h1 ആൻഡ് w1 h2 ആർ വെയിറ്റ് ദാറ്റ് ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് ദി കണക്ഷൻ ബിറ്റ്വീൻ x1 ആൻഡ് h1 ആൻഡ് x1 ആൻഡ് h2. അതായത് നമ്മൾ w1 h1 കൺസിഡർ ചെയ്യുമ്പോൾ x1 നിന്ന് h1 വെയിറ്റാണ് w1 h1. അതുപോലെ നമ്മൾ w1 h2 കൺസിഡർ ചെയ്യുമ്പോൾ x1 നിന്ന് h2 വെയിറ്റാണ് w1 h2. പിന്നെ ഇവിടെ വരുമ്പോൾ h1 നിന്ന് ഔട്ട്പുട്ടിലോട്ട് പോകുന്ന കേസിൽ wh1 ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ y ഈസ് ദി ടാർഗറ്റ് ഔട്ട്പുട്ട്. നമുക്ക് വേണ്ട ഔട്ട്പുട്ടാണ് y. h1 h2 or are hidden layers and output layers where activation function are applied to weighted sum. ഇവിടെ നമുക്ക് h1 h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ലെയേഴ്സും O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ലെയറുമാണ്. ഈ ഒരു ലെയേഴ്സിലാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ, നമ്മുടെ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ, ഇവിടെ തന്നിരിക്കുന്ന സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഈ പുറത്തുനിന്ന് വരുന്ന ഇൻപുട്ട് h1 ആക്ടിവേഷൻ ഫംഗ്ഷനിൽ അപ്ലൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് ഈ ഒരു വെയിറ്റുമായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ലെയറിലോട്ട് പോകുന്നത്. അതുപോലെ h2 അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഈ ഒരു വെയിറ്റുമായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്പുട്ട് ലെയറിൽ എത്തും. അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഹിഡൻ ലെയർ h1 ആക്ട് ചെയ്യുന്ന ഇൻപുട്ട് കൺസിഡർ ചെയ്യാം. h1 കൺസിഡർ ചെയ്യുമ്പോൾ h1 ഇൻപുട്ട് നമ്മൾ കണ്ടുപിടിക്കണം. h1 ഇൻപുട്ട് എന്തൊക്കെയാണ്? x1ഉം x2ഉം. x1 x2 സമ്മാണ് h1 ഇൻപുട്ട്. പക്ഷേ ഇവിടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. w1 h1 വെയിറ്റും w2 h1 വെയിറ്റും. അപ്പോൾ ഈ ഒരു വെയിറ്റ് w1 h1 x1 ആക്ട് ചെയ്യും, w2 h1 അത് x2 ആക്ട് ചെയ്യും. സോ നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ h1 നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ h1 പോകുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ w1 h1 x1 പ്ലസ് w2 h1 x2. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. w1 h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4ഉം w2 h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3ഉം. ഈ വാല്യൂ നമ്മുടെ x1ഉം x2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി 0.23 നമുക്ക് കിട്ടും. അപ്പം നമുക്ക് h1 പോകുന്ന ഇൻപുട്ട് കിട്ടി. അപ്പോൾ ഈ ഇൻപുട്ട് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ h1 ഇരിക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷനാണ് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അതായത് 1/1 പ്ലസ് e⁻⁻z ആണ് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇവിടെ ഇസഡിന് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 0.23 നമ്മുടെ ഇസഡിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് h1 ഔട്ട് എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് e⁻⁻h1 നെറ്റ്, അവിടെ h1 നെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/1 പ്ലസ് e⁻⁻0.23, അതായത് 0.5572. അതാണ് നമ്മുടെ h1 ഔട്ട്പുട്ട്. സോ നമുക്ക് h1 ഔട്ട്പുട്ട് കിട്ടി. ഇതുപോലെ നമ്മൾ h2 ഔട്ട്പുട്ട് ചെയ്യണം. സോ നമ്മൾ h1 കൺസിഡർ ചെയ്ത പോലെ തന്നെ h2 കൺസിഡർ ചെയ്യുമ്പോൾ h2 x1ഉം x2 എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്, അതിൻ്റെ സം എടുക്കണം. സോ ഇവിടെ വെയിറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. w1 h2ഉം w2 h2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? w1 h2 x1 പ്ലസ് w2 h2 x2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് h2 നെറ്റ് ഈസ് ഈക്വൽ ടു w1 h2 x1 പ്ലസ് w2 h2 x2 എന്ന് കിട്ടും. സോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് w1 h2 ഈസ് ഈക്വൽ ടു 0.6ഉം w2 h2 ഈ 0.9. അതുപോലെ x1 x2 വാല്യൂസും 0.5ഉം 0.1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് h2 നെറ്റ് ഈസ് ഈക്വൽ ടു 0.39 കിട്ടും. അപ്പം നമ്മുടെ h2 നെറ്റിൽ അകത്തോട്ട് നമ്മുടെ ആ ഒരു ഫംഗ്ഷനിലോട്ട് ഇൻപുട്ട് കിട്ടി. ആ ഇൻപുട്ട് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. സോ നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ 1/1 പ്ലസ് e⁻⁻0.39 എന്ന് കിട്ടും. അതായത് 0.5962 എന്ന് കിട്ടും. അതാണ് നമ്മുടെ h2 ഔട്ട്പുട്ട്. സോ നമുക്ക് h1 ഔട്ട്പുട്ടും കിട്ടി, h2 ഔട്ട്പുട്ടും കിട്ടി. അതായത് നമുക്ക് ഹിഡൻ ലെയേഴ്സിലെ ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്കപ്പം നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇൻപുട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലോട്ട് വരുന്ന ഇൻപുട്ട് h1 ഔട്ട്പുട്ടും h2 ഔട്ട്പുട്ടുമാണ്. അത് ഒരു സെർട്ടൈൻ വെയിറ്റ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷനാണ് നമ്മുടെ ഇവിടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ h1 WH1Oയും h2 WH2Oയുമാണ് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ട്. ഔട്ട്പുട്ട് നെറ്റ് എന്ന് പറയുമ്പോൾ
W ഔട്ട്പുട്ട് നെറ്റ് എന്ന് പറയുമ്പോൾ WH1O ഇൻറ്റു H1 ഔട്ട്പുട്ട്, H1ൻ്റെ ഔട്ട്പുട്ടും WH2O ഇൻറ്റു H2 ഔട്ട്പുട്ടും. ഇത് നമുക്ക് H1 ഔട്ട്പുട്ടും H2 ഔട്ട്പുട്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. WH1Oയും WH2Oയും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നെറ്റ് കിട്ടും. ഔട്ട്പുട്ട് നെറ്റ് നമുക്ക് ഫൈനലി 0.7555 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൽ, ഔട്ട്പുട്ട് ഫംഗ്ഷനിലോട്ട്, ആക്ടിവേഷൻ ഫംഗ്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സിഗ്മോയുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ 1/1+e⁻⁻0.755 എന്ന് വരും. സോ നമ്മുടെ 0.6803 എന്ന് കിട്ടും നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് നമ്മുടെ ടാർഗറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1 ആണ്, ബട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 0.6803 ആണ്. അതായത് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട വാല്യൂ അല്ല കിട്ടിയിരിക്കുന്നത്. സോ അവിടെ ഒരു ഇറർ വന്നിട്ടുണ്ട്. ആ ഇറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് റിക്വയർഡ് വാല്യൂ ഈസ് y = 1 ആൻഡ് b got 0.6803. സോ ടു മിനിമൈസ് ദി ഇറർ വി യൂസ് ബാക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ്. ബാക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ ഡിസെൻറ്റ്, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന ഒരു മെക്കാനിസമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ആ ഇറർ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ, വിച്ച് യൂസസ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് വെയിറ്റ് ആൻഡ് ദെൻ അപ്ഡേറ്റ് ദ വെയിറ്റ്. അതായത് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ ഒരു കറക്റ്റ് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലോസ് ഫംഗ്ഷൻ വേരിയസ് ലോസ് ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ലോസ് ഫംഗ്ഷൻസ് എടുക്കാൻ പറ്റും. ആ ഒരു ലോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആൻസർ അത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടുന്ന അപ്ഡേറ്റഡ് വെയിറ്റ് വെച്ചിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. സോ നമ്മൾ ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലോ, ലോസ് ഫംഗ്ഷൻ വി യൂസ് ഹിയർ ഈസ് മീൻ സ്ക്വയർഡ് ഇറർ. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സ്ക്വയർ ഇറർ എന്ന് പറഞ്ഞ ഒരു ലോസ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സ്ക്വയർ ഇറർ ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ ഓഫ് i ഈസ് ഈക്വൽ ടു 0 to n y ട്രൂ വാല്യൂ മൈനസ് y പ്രെഡിക്റ്റഡ് വാല്യൂ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ മീൻ സ്ക്വയർ ഇററിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ y ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ടാർഗറ്റ് വാല്യൂ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ y ട്രൂ എന്ന് പറയുന്നത്. y പ്രെഡിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ, അതാണ് നമ്മുടെ y പ്രെഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ. ഇവിടെ 1/n എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഒറ്റ ഒരു ഔട്ട്പുട്ട് ലെയറേ ഉള്ളൂ. സോ ഇവിടെ n 1 ആണ് വരുന്നത്. ബട്ട് നമുക്ക് വേരിയസ് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇവിടെ ഇക്വേഷനിൽ ചേഞ്ച് വരാം. നമ്മുടെ n ഔട്ട്പുട്ട് ലെയർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് n ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ n ഈസ് 1 ആസ് ഓൺലി 1 ഔട്ട്പുട്ട്. സോ നമുക്ക് y പ്രെഡിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ y പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ എന്താണ്? അതാണ് y പ്രെഡിക്റ്റ്. അതായത് 1/1+e⁻⁻z ആണ് y predicted. സോ ഫോർ ദി ബാക്ക് പ്രൊപ്പഗേഷൻ വി ടേക്ക് ഡെറിവേറ്റീവ് ഓഫ് ദി മീൻ സ്ക്വയർ ഇറർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോസ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് എടുക്കുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലോസ് ഫംഗ്ഷൻ എടുക്കുന്നത് മീൻ സ്ക്വയർ ഇറർ ആണ്. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ഫംഗ്ഷൻ ഡയറക്റ്റ്ലി വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇവിടെ ഒരു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഇറർ നമ്മുടെ y പ്രെഡിക്റ്റ്, അതായത് നമ്മുടെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് എത്രത്തോളം വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇറർ വരുന്നത്. സോ നമ്മുടെ ലോസ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y പ്രെഡിക്റ്റ്, അതായത് നമ്മുടെ ഔട്ട്പുട്ടുമായിട്ട് ഡെറിവേറ്റീവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഇപ്പോഴും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഔട്ട്പുട്ട് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ y predict, derivative of y predict with respect to input z. ഈ ഇൻപുട്ടാണ് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമ്മുടെ ഇൻപുട്ടിനെ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റുമായിട്ട് ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയിൻ റൂൾ വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ഇതിൽ ഓരോരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾസോ നമ്മളിവിടെ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമ്മളിപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ്, അതായത് നമ്മൾ ഇൻപുട്ടിൽ വേരിയസ് വെയ്റ്റ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് ലെയറിൽ 2 വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 2 വെയിറ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് ഒറ്റ വെയിറ്റ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡിവിജ്വലി ഓരോ വെയിറ്റ് കൺസിഡർ ചെയ്യണം. സോ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വരെ ഡെറിവേറ്റീവ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമ്മളിപ്പം ഡെറിവേറ്റീവ് എടുക്കുന്നില്ല. സോ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോസ് ഫംഗ്ഷനെ നമുക്ക് ഇറർന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഡെറിവേറ്റീവ് ഓഫ് ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഇറർ
വിത്ത് റെസ്പെക്ട് ടു വൈ പ്രെഡിക്റ്റ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്. ഇവിടെ നമ്മുടെ ലോസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വൈ ട്രൂ മൈനസ് വൈ പ്രെഡിക്റ്റഡ് ഹോൾ സ്ക്വയർ ബൈ വൈ പ്രെഡിക്റ്റഡ്, പിന്നെ വൈ പ്രെഡിക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ. ബട്ട് ഇവിടെ നമുക്ക് 2 വരുന്നത് അതൊന്ന് കളയാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ 1/2 വെച്ചിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കളയാം, ആ 2 ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ അകത്ത് നെഗറ്റീവ് ഓഫ് വൈ പ്രെഡിക്റ്റ് ആണ് കിടക്കുന്നത്, സോ നമ്മളൊരു -1 പുറത്തുണ്ടാവും. പിന്നെ വൈ പ്രെഡിക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റ് ചെയ്യുക. വൈ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ ഫംഗ്ഷനിലോട്ട് നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വൈ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 1/1 + e⁻⁻z ആണ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1/1 + e⁻⁻z ആണ്. അപ്പം ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അത് നമ്മൾ സിംപ്ലിഫൈഡ് ഫോർമാറ്റിലോട്ട് എഴുതുമ്പോൾ 1 + e⁻⁻z ഹോൾ റേസ് ടു -1, അതായത് x⁻⁻1നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ -(x⁻2) എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് -1 + e⁻⁻z ഹോൾ റേസ് ടു -2 എന്ന് കിട്ടും. പിന്നെ അകത്ത് വേറൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട്. സോ e⁻⁻zനെ വീണ്ടും നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻⁻x ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -e⁻⁻x വരും. സോ ഇവിടെ -e⁻⁻z എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് 2 മൈനസ് കൂടെ പ്ലസ് ആവും. സോ 1 + e⁻⁻z ഹോൾ റേസ് ടു -2 e⁻⁻z എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ -2 താഴോട്ട് എഴുതുമ്പോൾ 1/1 + e⁻⁻z ഹോൾ സ്ക്വയർ ഇൻറ്റു e⁻⁻z എന്ന് കിട്ടും. സിംപ്ലിഫൈഡ് ഫോർമാറ്റിലോട്ട് എഴുതാം. 1/1 + e⁻⁻z ഇൻറ്റു e⁻⁻z ബൈ 1 + e⁻⁻z എന്ന് കിട്ടും. ഇതിനെ നമുക്ക് 1/1 + e⁻⁻z സിംപ്ലിസിറ്റിക്ക്, അതായത് 1/1 + e⁻⁻z വീണ്ടും കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 1- വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? വൈ പ്രെഡിക്റ്റ് ഇൻറ്റു 1 - വൈ പ്രെഡിക്റ്റ്. അപ്പം നമ്മുടെ ഡെറിവേറ്റീവ് വൈ പ്രെഡിക്റ്റിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ പ്രെഡിക്റ്റ് ഇൻറ്റു 1 - വൈ പ്രെഡിക്റ്റ് ആണ്. സോ നമ്മുടെ ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ട്രൂ മൈനസ് വൈ പ്രെഡിക്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വൈ ട്രൂ മൈനസ് വൈ പ്രെഡിക്റ്റ് ഇൻറ്റു -1 പിന്നെ നമുക്ക് കിട്ടിയത് വൈ പ്രെഡിക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റ് ചെയ്തപ്പോൾ വൈ പ്രെഡിക്റ്റ് ഇൻറ്റു 1 - വൈ പ്രെഡിക്റ്റ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് നമ്മളിനി നമ്മുടെ മെയിൻ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. നമ്മൾ ഓരോ ലെയറിലും നമ്മൾ ഇറർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇറർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും. അതായത് ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇൻപുട്ട്. നമ്മൾ ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിനെ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് ഇത്. സോ ഇവിടെ വൈ ട്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വൈ ട്രൂ വാല്യൂ, നമുക്ക് കിട്ടേണ്ട ട്രൂ ഔട്ട്പുട്ട് അത് 1 ആണ്, ടാർഗറ്റ് ഔട്ട്പുട്ട്. മൈനസ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് അത് 0.6803 ആണ്. പിന്നെ -1 ഇൻറ്റു വൈ പ്രെഡിക്റ്റ് ഇൻറ്റു 1 - വൈ പ്രെഡിക്റ്റ്, അതായത് ഔട്ട്പുട്ട് ഇൻറ്റു 1 - ഔട്ട്പുട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി -0.0695 എന്ന് കിട്ടും. സോ നമുക്ക് ഔട്ട്പുട്ട് ലെയറിലുള്ള ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റീവ് ചെയ്തു. അതുപോലെ നമുക്ക് ഹിഡൻ ലെയേഴ്സിലും ചെയ്യണം. സോ H1-ലും H2-ലും ഇതേപോലെ ചെയ്യണം. പക്ഷേ അവിടെ നമുക്ക് ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഹിഡൻ ലെയറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് അറ്റ് ദി ഹിഡൻ ലെയർ H1 ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇസഡ് H1. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇറർ ഡയറക്റ്റ്ലി H1-ലുള്ള ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇറർ എവിടെയാണ് ഒക്യുർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഔട്ട്പുട്ടിലാണ് ഇറർ ഒക്യുർ ചെയ്തിരിക്കുന്നത്. അവിടെ വീണ്ടും നമ്മൾ ചെയിൻ റൂൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇറർ അപ്പം നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇൻപുട്ടുമായിട്ട് ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് ലെയറിലുള്ള ഇൻപുട്ട് H1-ലെ ഔട്ട്പുട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ H1-ലെ ഔട്ട്പുട്ടാണ് H1-ലെ ഇൻപുട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇറർ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻപുട്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ H1-ൻ്റെ ഔട്ട്പുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ടാണ് നമ്മുടെ H1-ൻ്റെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
സോ അതാണ് അവിടെ ഡെറിവേറ്റീവ് വെച്ചിട്ട് ചെയിൻ റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഔട്ട്പുട്ട്. നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു എച്ചിൻ്റെ ഔട്ട്പുട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ആണ്. ഈ ഒരു 2 ലെയറിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള വെയിറ്റ് ആണ് ഈ ഒരു ഡെറിവേറ്റീവ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ടും H1 ലെയറിൻ്റെ ഔട്ട്പുട്ടും ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വെയിറ്റ് നമ്മുടെ WH1O ആണ്. അപ്പോൾ അതാണ് നമ്മളവിടെ പ്ലേസ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നെറ്റ്, ഔട്ട്പുട്ടിൻ്റെ ഇൻപുട്ട്. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു H1 ഔട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ WH1O എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് WH1O എന്ന് കിട്ടി. ഇനി H ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു H ഇൻപുട്ട് ഡെറിവേറ്റീവ്, അതായത് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ടാണ് ഡെറിവേറ്റീവ്. Y പ്രിഡിക്റ്റ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് എന്താണ് നമുക്ക് ഫൈനലി കിട്ടിയത്? Y പ്രിഡിക്റ്റഡ് ഇൻറ്റു 1 - Y പ്രിഡിക്റ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ H1 ഔട്ട്പുട്ട് ഇൻറ്റു 1 - H1 ഔട്ട്പുട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരത്തെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, WH1O സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ H1 ഔട്ട്പുട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ H1 ഔട്ട്പുട്ട് 0.5572 നമ്മുടെ H1 ഇൻപുട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനിൽ ഇട്ടപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട്, അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഫൈനലി നമുക്ക് -0.0085 എന്ന് കിട്ടും. അതാണ് ഡെറിവേറ്റീവ് ഓഫ് ഇറർ വിത്ത് റെസ്പെക്ട് ടു H1 ഇൻപുട്ട്. അതുപോലെ H2 ഇൻപുട്ടും ചെയ്യാം, അതായത് ഇറർ വിത്ത് റെസ്പെക്ട് ടു H2 ഇൻപുട്ട്. സോ ഇത് നമ്മൾ ഡയറക്റ്റ്ലി നേരത്തെ പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറർ ആദ്യം ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ടാണ് H2വിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ H2വിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ H2വിൻ്റെ ഇൻപുട്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ വെയിറ്റ് ആണ്. ഔട്ട്പുട്ട് ലെയറിൻ്റെ ഇൻപുട്ടും നമ്മുടെ H2വിൻ്റെ ഔട്ട്പുട്ടും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വെയിറ്റ്, അതാണ് WH2O. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നെറ്റ്. ഇവിടെ നമ്മൾ H2 ഔട്ട്പുട്ട് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടേം കോൺസ്റ്റൻ്റ് ആവും. സോ നമുക്ക് WH2O എന്ന് നമുക്ക് ആൻസർ കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ Y പ്രിഡിക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റീവ് ചെയ്ത് അതേ ഇക്വേഷനിലോട്ട് നമ്മുടെ H2 ഔട്ട്പുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ വാല്യൂ ഇങ്ങനെ കിട്ടും, -0.0133 എന്ന് കിട്ടും. സോ നമുക്ക് എല്ലാ ലെയറിലുമുള്ള ഇറർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ലോസ് ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ ഇൻപുട്ട് വരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻപുട്ടിനെ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമുക്ക് ഫൈനലി പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുക. ആ സമയത്ത് ഈ ഒരു ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കും. അത് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നോക്കാം. വെയിറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓൾഡ് മൈനസ് ഓഫ് ന്യൂ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ്. അതായത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച് ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ W ഓൾഡ് മൈനസ് മ്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ്. ഇതാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻഡിവിജ്വലി ഇപ്പം നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യം WH1Oൻ്റെ വെയിറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. WH1O ന്യൂ ഈസ് ഈക്വൽ ടു WH1O ഓൾഡ് മൈനസ് ഓഫ് മ്യൂ. ഈ ഒരു ഇറർ നമ്മുടെ ഓയിലെ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ്. ഇവിടെ വെയിറ്റ് എത്രയാണ്? H1O ആണ്. നമ്മുടെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ WH1O ഇൻറ്റു H1 പ്ലസ് WH2O ഇൻറ്റു H2. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെയാണ് വിത്ത് റെസ്പെക്ട് ടു H1O നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഇത് 0 ആയി. സോ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് H1 ഔട്ടായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ H1 ഔട്ട് എന്ന് എഴുതാം. H1 ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ നമ്മുടെ H1 ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 0.5572. അതാണ് നമ്മുടെ H1 ഔട്ട്. സോ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.5 മൈനസ് ന്യൂ ആണ് നമ്മുടെ ലേണിംഗ് റേറ്റ് നമുക്ക്
0.1 ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ ഇവിടെ 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഓയിലർ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ H1 ഔട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് വെയിറ്റ് കിട്ടും. 0.5038 എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് വെയിറ്റ് കിട്ടും. അതുപോലെ നമ്മുടെ WH2O ന്യൂവും കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് തന്നെ. ഇവിടെ പക്ഷേ WH2O ഓൾഡ് മൈനസ് മ്യൂ ഇൻറ്റു ഇവിടെ നമ്മൾ ഡെൽറ്റ ഓഫ് O സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ടിൻ്റെ ഫംഗ്ഷൻ. വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് H2 ഔട്ട് എന്ന് കിട്ടും. H2 ഔട്ട് അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് കോൺസ്റ്റൻറ്റ് 0 ആയി പോകും. സോ ഇവിടെ നമുക്ക് H2 ഔട്ട്പുട്ട് നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് 0.8041 എന്ന് കിട്ടും നമ്മുടെ WH2 ഔട്ട്പുട്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള വെയ്റ്റ്സും ചെയ്യാം. ബാക്കിയുള്ള വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ W1H1, W2H1, W1H2, W2H2 ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. W1H1 ന്യൂ ചെയ്യുമ്പോൾ W1H1 മൈനസ് ഓഫ് ന്യൂ ഇൻറ്റു ഇറർ വിത്ത് റെസ്പെക്ട് ടു ZH1 നമ്മുടെ H1ലുള്ള ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ചെയ്ത ആ ഒരു സംഭവം എന്താ നമ്മുടെ ഡെൽറ്റ ഓഫ് H1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ Z അറ്റ് H1ലെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ്, അതായത് H1ലെ ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ ഇതാണ്. വിത്ത് റെസ്പെക്ട് ടു നമ്മൾ W1H1 അതാണ് നമ്മുടെ വെയിറ്റ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് X1 ആണ് കിട്ടുന്നത്. X1 അവിടെ നമുക്ക് ഈ ഒരു വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.4004 എന്ന് കിട്ടും. അതുപോലെ W2H1 നമ്മൾ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു H1 വിത്ത് റെസ്പെക്ട് ടു W2H1 ആണ് ഇവിടെ ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു W2H1 നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X2 ആണ് കിട്ടുന്നത്. X2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഡെൽറ്റ ഓഫ് H1 കിട്ടും. ഇപ്പം വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3000 എന്ന് കിട്ടും. അതുപോലെ W1H2 നമ്മൾ ചെയ്യുമ്പോൾ W1H2 മൈനസ് ഓഫ് ന്യൂ ഇവിടെ ഡെൽറ്റ ഓഫ് H2 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു H2. സോ ഇറർ വിത്ത് റെസ്പെക്ട് ടു ZH2 ചെയ്യുക. ZH2 വിത്ത് റെസ്പെക്ട് ടു W1H2 നമ്മുടെ H2ലുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻസ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു W1H2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X1 ആണ് കിട്ടുന്നത്. X1 അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഡെൽറ്റ H2 കിട്ടും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.6006 കിട്ടും. ഫൈനലി നമുക്ക് അതുപോലെ തന്നെ W2H2 ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ZH2ൻ്റെ ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു W2H2 ഡെറിവേറ്റീവ് ചെയ്യുക. ഇവിടെ W2H2 വെച്ചിട്ട് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ X2 ആണ് കിട്ടുന്നത്. അപ്പോൾ X2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.9001 എന്ന് കിട്ടും. സോ നമ്മൾ ഈ അപ്ഡേറ്റഡ് വെയ്റ്റ്സ് വെച്ചിട്ട് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0.6952 എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് 1 ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇറർ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടാക്കി കിട്ടുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ബയാസ് തന്നിട്ടുണ്ടാവും. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ബയാസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുക, നമ്മുടെ ഇൻപുട്ടിൽ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ബയാസ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 0 ആണ് ബയാസ് എടുത്തേക്കുന്നത്. ബയാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെയാണ് നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്തിട്ട് ഇറർ റെഡ്യൂസ് ചെയ്യുന്നത്.